ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ടെൽ മീ സ്റ്റോറി. നമ്മളൊരു ചെറിയ ഗ്യാപ്പിന് ശേഷം വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഇൻ UK. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, UK ഒരു ജോബ് 100% ജോബ് കിട്ടുമെന്നുള്ളൊരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നഴ്സിംഗ് ആണെന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു കാര്യമാണല്ലോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് നഴ്സിംഗ് പഠിക്കുക, എന്നിട്ട് IELTS അല്ലെങ്കിൽ OET എഴുതിയിട്ട് UK, കാനഡ അല്ലെങ്കിൽ അമേരിക്ക എന്നുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ പോവുക. അതായിരുന്നു പണ്ടത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡ് അങ്ങ് മാറി. ഇപ്പോൾ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് പുറത്തുള്ള രാജ്യങ്ങളിൽ നഴ്സിംഗ് പഠിക്കാൻ പോയി തുടങ്ങി. ഈവൻ UK തന്നെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് സ്റ്റുഡൻസ് വരുന്നുണ്ട്, നഴ്സിംഗ് പഠിക്കാനായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അറിവിൽ തന്നെ കുറച്ച് പിള്ളേർ ഇപ്പോൾ ഓൾറെഡി പാസ് ഔട്ടായി, അവർക്ക് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഏകദേശം 1 വർഷം മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു UK നഴ്സിംഗ് പഠിക്കുന്നതിനെ പറ്റിയിട്ട്, അതിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ്സ്, ഫീസ് സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് എനിക്ക് കുറേ കോമൻറ്റ്സ് വന്നിരുന്നു, ഏതെങ്കിലും ഒരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്യാവോ ചേച്ചിന്ന് ചോദിച്ചിട്ട്. പക്ഷേ അതിനകത്ത് മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ സ്കോട്ട്ലൻഡിൽ കുറച്ച് നോർത്തായിട്ട് അബഡീലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഒത്തിരി മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ നഴ്സിംഗ് പഠിക്കാനായിട്ട് അങ്ങനെ ആരും വരുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനത്തെ ഒരു പറ്റിയൊരു കാൻഡിഡേറ്റിനെ കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു നഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. മെർലിൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പം നമുക്ക് മെർലിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. അതായത് ഇവിടെ നഴ്സിംഗ് പഠിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ കറിക്കുലം എങ്ങനെയാണ്, ഈവൻ ഫീസ് സ്ട്രക്ചർ, എൻട്രി റിക്വയർമെൻറ്റ്സ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ മെർലിനോട് ചോദിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. അപ്പോൾ UK നഴ്സിംഗ് പഠിക്കാനായിട്ട് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് മെർലിൻ, വെൽക്കം ടു ടെൽ മീ സ്റ്റോറി. ഹായ് ചേച്ചി, താങ്ക് യു. ഏത് യൂണിവേഴ്സിറ്റിയാണ് മെർലിൻ പഠിക്കുന്നത്? ഞാൻ റോബർട്ട് ഗോർഡൻ യൂണിവേഴ്സിറ്റി. നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ റോബർട്ട് ഗോർഡൻ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലാട്ടോ. സ്കോട്ട്ലൻഡ് എങ്ങനെയുണ്ട്, തണുപ്പുണ്ടോ? ഞാൻ വന്നത് ഒക്ടോബറിലായിരുന്നു. സോ അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു, എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പം ഇറ്റ്സ് ഓക്കെ, നല്ല ക്ലൈമറ്റാണ്. അല്ല, ഞാൻ മെയിനായിട്ട് കേൾക്കുന്ന കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു എൻക്വയറിയാണ്, സ്കോട്ട്ലൻഡ് ഭയങ്കര തണുപ്പല്ലേ ചേച്ചി, ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ മെർലിൻ എങ്ങനെ തോന്നുന്നു? സർവൈവ് ഒക്കെ ചെയ്യാൻ പറ്റും, ഇറ്റ്സ് ഓക്കെ. നമ്മളൊന്ന് അഡ്ജസ്റ്റ് ആയി ഒരു 2 months എടുക്കും അഡ്ജസ്റ്റ് ആവാൻ. ഞാൻ വന്ന ടൈമിൽ ഭയങ്കര പാടായിരുന്നു. എങ്ങനെയാണ് ക്ലാസ് ഇപ്പോൾ നഴ്സിംഗ് തുടങ്ങിയോ, സ്റ്റാർട്ട് ചെയ്തോ? ആക്ച്വലി എനിക്കൊരു ഫൗണ്ടേഷൻ ഇയർ ചെയ്യണമായിരുന്നു, അത് 6 month കോഴ്സായിരുന്നു. അപ്പം അത് ചെയ്ത് എന്നിട്ട് ഇതിപ്പോൾ എനിക്ക് 4 months ഹോളിഡേ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ പാർട്ട് ടൈം നിങ്ങൾക്ക് ചെയ്യാം, റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല, ഫുൾ ടൈം ചെയ്യാം ഇപ്പോൾ. ഓക്കെ. ഈ ഫൗണ്ടേഷൻ ഇയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ നഴ്സിംഗ് ആയിട്ട് എന്തെങ്കിലും ഡിഫറെൻ്റ് ആണോ, അതെങ്ങനെയാണ്? ഇത് നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് നമ്മളിനി ഫസ്റ്റ് ഇയറിൽ കയറുമ്പം പഠിക്കാൻ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കോഴ്സാണ്. ബേസിക് ആയിട്ടുള്ള നഴ്സിങ്ങിനെ പറ്റി എല്ലാം പറഞ്ഞു തരുകയും എല്ലാം തരുന്ന ഒരു കോഴ്സാണ്. ഇത് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, എൻട്രി റിക്വയർമെൻറ്റ്സ് എന്നതൊക്കെ? ഇപ്പോൾ നമുക്ക് +1 +2 ഇപ്പോൾ കെമിസ്ട്രി ബയോളജിക്ക് കമ്പൽസറി ആയിട്ട് വേണ്ട സബ്ജക്ട്സ് ആണോ, അതെയോ ഇപ്പോൾ ബയോളജി സയൻസ് അല്ലാത്തൊരു സ്റ്റുഡൻറ്റിന് ഇവിടെ നഴ്സിംഗ് എടുക്കാൻ പറ്റുമോ? ഇല്ല, ബയോളജി ഒക്കെ കമ്പൽസറി ആണ്. സയൻസ് സ്ട്രീം ആയിരിക്കണം +2. പിന്നെ IELTS റിക്വയർമെൻറ്റ് 7 ആണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് 6 month ഫൗണ്ടേഷൻ. എനിക്ക് തോന്നുന്നു എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഇല്ല കേട്ടോ. ഇപ്പോൾ RGUൻ്റെ ഇതിലാണ് അവർ പറയുന്നത് 6 month ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യണമെന്ന്. പക്ഷേ നിങ്ങളിപ്പോൾ ഏത് യൂണിവേഴ്സിറ്റി പോകാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണോ ആ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ നോക്കും. ഇപ്പോൾ RGUയിൽ എപ്പോഴും അവർ IELTS, അത് മിക്ക കോഴ്സുകൾക്കും IELTS അവർ കമ്പൽസറി ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ചില കോഴ്സുകൾക്കൊക്കെ 6 മതി, അല്ലെങ്കിൽ 6.5 മതി. ഫാർമസിക്കൊക്കെ 6.5 പറയുന്നത്. മറ്റു ചില കോഴ്സുകൾക്ക് 6 ഒക്കെ മതി. നഴ്സിങ്ങിന് അവർ 7 മാൻഡറ്ററി ആയിട്ട് പറയുന്നൊരു സംഭവമാണ്. പക്ഷേ ലണ്ടനിൽ ഹെഡ്ഫോർഷെയർ, ബെഡ്ഫോർഷെയർ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ അങ്ങനത്തെ ചില യൂണിവേഴ്സിറ്റികൾക്ക് IELTS അവർ മാൻഡറ്ററി ആയിട്ട് അവർ പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം, എനിക്കറിയത്തില്ല മെർലിൻ അറിയുമെന്ന്, ഞാൻ കേട്ട റൂമറാണ്, IELTS മാൻഡേറ്ററി ആയിട്ട് പറയാത്ത യൂണിവേഴ്സിറ്റികളിൽ നഴ്സിംഗ് പഠിച്ചിറങ്ങിക്കഴിയുമ്പോൾ നഴ്സിംഗ് രജിസ്ട്രേഷൻ ചിലപ്പോൾ അവർ കൊടുക്കത്തില്ലായിരിക്കും. ബട്ട് ഈവൻ നമുക്ക് പാസ് ഔട്ടായി, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ രജിസ്ട്രേഷൻ ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും എന്ന് പറയണു. അതിനെപ്പറ്റി എനിക്ക് ഉറപ്പില്ല. പക്ഷേ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡബിൾ ചെക്ക് ചെയ്യാം. നമ്മൾ പാസ് ഔട്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ NMC പിൻ നമ്പർ കിട്ടുമില്ലെന്ന്. NMC എന്ന് വെച്ചാൽ നഴ്സിംഗ് മിഡ്വൈഫറി കൗൺസിലിൻ്റെ ഒരു രജിസ്ട്രേഷൻ പിൻ നമ്പറാണ്. ആ പിൻ നമ്പർ കിട്ടാൻ നമുക്കിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവൻ നമുക്ക് 4 വർഷം അല്ലെങ്കിൽ 3 വർഷം, ഇവിടുത്തെ നഴ്സിംഗ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ കോഴ്സ് ഉണ്ട്, 4 വർഷമുണ്ട്. ഇപ്പം മെർലിൻ എത്ര വർഷത്തെ കോഴ്സ് എടുത്തേക്കുന്നത്? ഞാൻ 4 year നഴ്സിംഗ്. അതോ BSc നഴ്സിംഗ് ആണ്? BSc adult nursing. ഇവിടെ ഇപ്പോൾ 3 year കോഴ്സ് എടുത്താലും 4 year കോഴ്സ് എടുത്താലും
അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളൊരു നേഴ്സാണ്, അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ബട്ട് നിങ്ങൾക്ക് 4 വർഷം കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈവൻ ഫ്യൂച്ചറിലോട്ട് മാസ്റ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അത് ബെനിഫിഷ്യൽ ആണെന്ന് മാത്രം. അപ്പം നിങ്ങളിപ്പോൾ IELTS ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ആ യൂണിവേഴ്സിറ്റി ആയിട്ട് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. നിങ്ങൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ NMCയുടെ പിൻ നമ്പർ രജിസ്ട്രേഷൻ അവർ തരുമെന്ന്. അല്ലാതെ അവർ തന്നില്ലെങ്കിൽ നമ്മൾ ഇത്രയും പൈസ മുടക്കിയിട്ട് വന്നിട്ട് ഇവിടെ നഴ്സിംഗ് ആ യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് പഠിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ഡബിൾ ചെക്ക് ചെയ്യുക എന്നുള്ളത്. കാരണം ഏജൻസി പറഞ്ഞു എന്നും പറഞ്ഞിട്ട് മിക്ക സ്റ്റുഡൻസും ഏജൻസി പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് നഴ്സിംഗ് കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ചൂസ് ചെയ്യുന്നത്. ഏജൻസീസ് നമ്മൾ ഗൈഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടേതായ ഹോംവർക്ക് നിങ്ങൾ ചെയ്യാം. ഇവിടെ ശരിക്കും ഞാൻ നഴ്സിംഗിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് ആദ്യമേ ഇരുന്ന ആളാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത്. പക്ഷേ നഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ കിട്ടാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു. കാരണം സ്കോട്ട്ലൻഡിലോട്ട് നഴ്സിംഗിന് പഠിക്കാൻ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പിള്ളേരാരും വരുന്നില്ലായിരുന്നു. മെയിൻ റീസൺ ഇതാണെന്ന് തോന്നുന്നു. യൂണിവേഴ്സിറ്റി 7 മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട് IELTS. എന്തുകൊണ്ടാണ് മെർലിൻ നഴ്സിംഗ് ഇവിടെ ചൂസ് ചെയ്യാൻ കാരണം? സ്കോട്ട്ലൻഡിൽ കുറേ അന്വേഷിച്ചിട്ടാണ് സ്കോട്ട്ലൻഡിലേക്ക് വന്നത്. അപ്പം ഇംഗ്ലണ്ട് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയൊക്കെ 18,000 പൗണ്ടാണ്. നഴ്സിങ്ങിന് റേറ്റ് ഭയങ്കര കൂടുതലാണ്, ഫീസ് ഭയങ്കര. അപ്പം ഇവിടെ അത് 14,000 പൗണ്ടേ ഉള്ളൂ. പിന്നെ 14,000 നാട്ടിൽ 14 ലക്ഷം ഒരു വർഷത്തേക്കല്ലേ? അപ്പം പിന്നെ ഇവിടെ എക്സ്പെൻസ് കുറവാണ്. പിന്നെ ജസ്റ്റ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിപ്പോൾ ഞാൻ യൂസ്ഡ് ആയി, അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമല്ല. ഇവിടെ വേറെ മലയാളി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ മെർലിൻ്റെ ബാച്ചിൽ? പിന്നെ മലയാളി ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷേ കോളേജിൽ അങ്ങനെ എൻ്റെ കൂടെ നഴ്സിംഗ് പഠിക്കാൻ അങ്ങനെയൊന്നുമില്ല. സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ പേരുണ്ട് നഴ്സിങ്ങിനും അതുപോലെ തന്നെ വേറെ കോഴ്സുകളും. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ടീച്ചിങ് മെത്തേഡും? കാരണം മെർലിൻ ഇപ്പം നാട്ടിൽ +2 കഴിഞ്ഞിട്ട് ഡയറക്റ്റ് വരുമായിരുന്നില്ലേ? ഇവിടുത്തേക്ക് നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഏജ്കാരായിരിക്കും. ഇപ്പോൾ 40 വയസ്സ് വരെ 50 വയസ്സുകാരൊക്കെ ഉണ്ടോ നഴ്സിംഗ് പഠിക്കാനായിട്ട്? 17-18 വയസ്സുള്ള പിള്ളേരുണ്ടോ? അപ്പോൾ എങ്ങനെയുണ്ട് ആ എക്സ്പീരിയൻസ് എന്നതാണ്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഏജ് എന്നൊരു കൺസിഡറേഷൻ ഒന്നും ആരും ഇവിടെ വെക്കുന്നില്ല, ഒരു ബാരിയറായിട്ട് തോന്നുന്നില്ല. ഇല്ല. പിന്നെ അതുപോലെ തന്നെ പല രാജ്യത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഉണ്ട്. സോ പലരുമായിട്ട് മൾട്ടി കൾച്ചറായിട്ട് പോകുന്നു. അപ്പം ഇങ്ങനെ എനിക്ക് ഇന്ത്യൻ ഫ്രണ്ട്സ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പം ആര് വരുന്ന അവരോട് മിണ്ടുന്നു, സംസാരിക്കുന്നു. സോ ഇറ്റ്സ് ടീച്ചേഴ്സ് എങ്ങനെ ഒത്തിരി ഹെൽപ്ഫുൾ ആണോ? അവരെല്ലാം നല്ല ഹെൽപ്ഫുള്ളാണ്, നന്നായിട്ട്. ഇപ്പം എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലാരിഫൈ ചെയ്ത് തരും. എല്ലാത്തിനും ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഫൗണ്ടേഷൻ ഇയർ കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർ നഴ്സിംഗിലോട്ട് വന്നിട്ടില്ല, എന്നാൽ പോലും ആ ഫൗണ്ടേഷൻ ഇയറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങളുണ്ടോ? ഇപ്പോൾ നാട്ടിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠനമാണല്ലോ. ഇവിടെ എങ്ങനെയാണ്? നമുക്ക് ഇവിടെ കൂടുതൽ ലൈബ്രറി ഓറിയന്റഡ് അല്ലേ? ഇവിടെ അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഒന്നുമില്ല, എല്ലാം മൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് വരുവാണ്. സോ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യല്ലേ? ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യും. സോ എല്ലാം നമ്മൾ ഒരു ലാപ്പ് വേണം, അത് നിർബന്ധമാണ്. ആ ലാപ്പിലൂടെയാണ് നമ്മൾ പഠിക്കുകയും എക്സാം ഇപ്പം ഓൺലൈനായിട്ടായിരുന്നു എൻ്റെ എല്ലാം കഴിഞ്ഞത്. ജോബ് ഇപ്പോൾ പറഞ്ഞല്ലോ NHS ഹോസ്പിറ്റലാണ് ഇപ്പോൾ ചെയ്യണേന്ന് പറഞ്ഞല്ലോ. എങ്ങനെയുണ്ട്? ഇപ്പോൾ വേറെ ജോബ് എങ്ങനെ ട്രൈ ചെയ്തായിരുന്നോ? അത് ഫസ്റ്റ് തന്നെ ഹോസ്പിറ്റലിൽ സപ്പോർട്ട് വർക്കറായിട്ട് കയറുമായിരുന്നോ? ഇപ്പം ഞാനിപ്പോൾ നഴ്സിംഗും കൂടെ ചൂസ് ചെയ്തത് കൊണ്ട് എനിക്കൊരു എനിക്കിപ്പോൾ ഇനി പ്ലേസ്മെൻ്റ് ഒക്കെ വരും ഫസ്റ്റ് ഇയറിൽ. സോ അപ്പോൾ ചെല്ലുമ്പോൾ ഒന്നും അറിയാൻ വരാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ ഇതായിട്ട് പാർട്ട് ടൈം ആയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചേലും നോളജ് ഉണ്ടാകും. അപ്പോഴത്തേനും പ്ലേസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടും പിന്നെ കെയർ ഹോമിലൊക്കെ കിട്ടും. ഞാൻ നേരത്തെ കെയർ ഹോമിലായിരുന്നു, പക്ഷേ അത് നിർത്തി ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്നതായിരുന്നു. ഹോസ്പിറ്റലിൽ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ ഫ്യൂച്ചറിൽ ഹോസ്പിറ്റൽ നഴ്സായിട്ട് ചെയ്യേണ്ട ആളാണ്. പിന്നെ അതുമല്ല സപ്പോർട്ട് വർക്കറായിട്ട് ചെയ്യുമ്പോൾ കൈൻഡ് ഓഫ് ലൈക്ക് നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ജോബാണല്ലോ. അപ്പോൾ നഴ്സുമാർ എന്നതൊക്കെയാണ് ചെയ്യണമെന്ന് എന്തായാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. പേ വൈസ് നോക്കുവാണെങ്കിലും കെയർ ഹോമിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴും ഹോസ്പിറ്റലല്ലേ കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ എല്ലാവർക്കും നാട്ടിൽ നിന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു മെയിൻ ഡൗട്ടാണ്, നമ്മുടെ ഈ സാലറി വെച്ചിട്ട് നമുക്ക് ട്യൂഷൻ ഫീ പേ ചെയ്യാൻ പറ്റുമോ? അക്കോമഡേഷൻ പേ ചെയ്യാൻ പറ്റുമോ? ഈവൻ ചിലവർ എന്നോട് ചോദിക്കുന്നുണ്ട് നമുക്ക് മണി സേവ് ചെയ്യാൻ പറ്റുമെന്ന്. എനിക്ക് തോന്നുന്നത് ഞാനിപ്പം കുറച്ചൊക്കെ സേവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ പേരൻസിനെ ബുദ്ധിമുട്ടിക്കാതെ ഫീസ് എങ്ങനെയും കുറച്ചെങ്കിലും അടയ്ക്കാൻ നോക്കുന്നുണ്ട്. സോ ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ. അപ്പം സേവ് ചെയ്യുന്ന മാക്സിമം ചുരുങ്ങി ജീവിക്കുന്നത്, നമ്മൾ നാട്ടിൽ ജീവിച്ച ഒരു ലൈഫ് സ്റ്റൈലൊക്കെ മാറി. അപ്പോൾ അക്കോമഡേഷനൊക്കെ എങ്ങനെയാണ്? ഷെയറിംഗ് ആണോ? അക്കോമഡേഷൻ ഷെയർഡ് ആണ്. അതെ, അല്ലാതെ പറ്റില്ലല്ലോ. സോ അപ്പം പക്ഷേ എനിക്ക് തന്നെ ഒരു ബെഡ്റൂമാണ്. അപ്പോൾ നിങ്ങൾ ഫ്ലാറ്റ് ഷെയർ ചെയ്യുന്നു? ഫ്ലാറ്റ്, അതെ, ഷെയറിംഗ് അല്ല.
ഓക്കെ, അപ്പോൾ മെർലിൻ പറയുന്നത് മെർലിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഫീ ഒക്കെ കുറച്ചൊക്കെ പേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിലൊരു കറക്ഷൻ ഞാനിപ്പോൾ പറയാം കേട്ടോ. മെർലിൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവർക്ക് ഹോളിഡേ ടൈമാണ്, 4 months ഹോളിഡേ ആണ്. അപ്പോൾ ഇവർക്ക് ടൈം ലിമിറ്റ് ഇല്ല വർക്ക് ചെയ്യാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ 20 hours അല്ലേ വർക്ക് ചെയ്യാൻ അലൗഡ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം കുറച്ചുകൂടെ കുറയും. പിന്നെ വേറൊരു കാര്യം, നഴ്സിംഗ് സ്റ്റുഡൻസിന്, അതായത് ഹോസ്പിറ്റലിൽ സപ്പോർട്ട് വർക്കറായിട്ട് നമ്മൾ ജോലി കിട്ടുവാണെങ്കിൽ നമുക്ക് പേ വൈസ് കുറച്ചുകൂടെ കൂടുതലാണ്. കാരണം നൈറ്റ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് പേ ഉണ്ട്, വീക്കെൻഡ് ചെയ്യുകയാണെങ്കിൽ സാറ്റർഡേക്ക് സൺഡേക്കും ഒക്കെ നമുക്ക് ഏകദേശം ഡബിൾ പേയുടെ അടുത്ത് പേ വരുന്നുണ്ട്. അപ്പോൾ ഒരു 2 ഷിഫ്റ്റ് തന്നെ മാസത്തിൽ ചെയ്താൽ പോലും നമുക്ക് നാട്ടിൽ ഒരു 1 lakh above എന്തായാലും കിട്ടും. ഹോസ്പിറ്റലിൽ ഇപ്പോൾ 2 ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് അത്യാവശ്യം പേ കിട്ടും. അതായത് എന്തായാലും ഒരു 1000 pound മേലെ എന്തായാലും പെർ മന്ത് കിട്ടും, 20 hours ആണെങ്കിൽ പോലും. പിന്നെ ഹോളിഡേ ടൈമിൽ ഇപ്പോൾ ഇവർ പറഞ്ഞില്ല, ഇപ്പം മെർലിന് 4 months വെക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് 4 ഷിഫ്റ്റ് അല്ലെങ്കിൽ 5 ഷിഫ്റ്റ് സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു 2000 pound ഒക്കെ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അത് എന്താ എപ്പോഴുള്ള കാര്യമല്ല, ഹോളിഡേ ടൈമിൽ മാത്രം. ഈവൻ നഴ്സിംഗ് സ്റ്റുഡൻസിന് ഇനിയിപ്പോൾ ക്ലാസ്സസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഹോളിഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1 month ഒക്കെ ഹോളിഡേ കാണത്തുള്ളായിരിക്കും. അപ്പോൾ എന്നാലും 2 ഷിഫ്റ്റ് ഇവർക്ക് ചെയ്യാം കേട്ടോ. മറ്റേ ക്ലാസ്സുള്ള സമയത്ത് 20 hours ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നഴ്സിംഗ് സ്റ്റുഡൻസിന് അത്യാവശ്യം ഇൻകം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ പോലും നമുക്ക് ഫീ പേ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. മറ്റുള്ള ഫീൽഡിലുള്ള പിള്ളേർ, മറ്റുള്ള കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസാണ്. ഇപ്പോൾ KFC, ബർഗർ കിങ് അങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അത്ര സാലറി കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഗ്യാരണ്ടി ആയിട്ട് പറയുന്ന കാര്യം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പേ ചെയ്യാം. ഒന്നെങ്കിൽ അക്കോമഡേഷൻ, ഫുഡിൻ്റെ പേ നമുക്ക് പാർട്ട് ടൈം ജോബും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫീ. കാരണം ഫസ്റ്റത്തെ ഒരു 1 year അതായത് സ്കൂൾ ഫീയും ട്യൂഷൻ ഫീയും അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മുടെ പാരൻസ് സപ്പോർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് വല്ല ലോണൊക്കെ എടുത്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരത്തില്ല ഇവിടെ വരുമ്പോൾ. കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഇപ്പം മെർലിൻ ഇപ്പോൾ എത്രയാണ് ഫീസ് അടച്ചത്? നിങ്ങൾക്ക് ടോട്ടൽ ഫീ അടയ്ക്കണമായിരുന്നു അറ്റ് എ ടൈം? എനിക്ക് ഫൗണ്ടേഷൻ ഇയറിൻ്റെ പേ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് 14,500 pounds ആയിരുന്നു. ഇനിയിപ്പോൾ ഫസ്റ്റ് ഇയർ വരുമ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കണം? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ 3 month കൂടുമ്പോൾ അടച്ചാൽ മതി. 3 month 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. ഓക്കെ. അപ്പം ഫസ്റ്റ് ഇയർ തീരുമ്പോഴത്തേക്കിനും ഫസ്റ്റ് ഇയറിൻ്റെ പേയ്മെൻറ്റ് തീർന്നിരിക്കണം. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെയല്ലേ, മൊത്തം യൂണിവേഴ്സിറ്റി ബേസ്ഡ് അല്ലല്ലോ, കുറേയൊക്കെ നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ പ്ലേസ്മെൻറ്റിനെ പറ്റി ഒന്ന് പറയാമോ? എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ഫാർമസി ഒക്കെ ആണെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ടാണ് പ്ലേസ്മെൻറ്റ് വരുന്നത്. ഇൻ ബിറ്റ്വീൻ പ്ലേസ്മെൻറ്റ് വരണമെങ്കിലും ഒരു ടൈമിൽ ചിലപ്പോൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ മാക്സിമം 1 week ഒക്കെ പ്ലേസ്മെൻറ്റ് വരുന്നുള്ളൂ. പക്ഷേ നഴ്സിംഗ് സ്റ്റുഡൻസിന് അത് എൻ്റെ ഡിഫറെൻ്റ് ആണല്ലോ. നിങ്ങളുടെ പ്ലേസ്മെൻറ്റിനെ പറ്റി വല്ല ഐഡിയ ഉണ്ടോ? അവർ പറഞ്ഞിരുന്നോ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്? ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും പ്ലേസ്മെൻറ്റ് 4 weeks 5 weeks നിൽക്കും. അത്രയുണ്ട്. പിന്നെ തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കിനും ഒരു 12 weeks നീണ്ടു നിൽക്കുന്ന പ്ലേസ്മെൻറ്റ്. നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റിന് ഇങ്ങനെ ഇതുണ്ടോ, പേ ഉണ്ടോ? ഇല്ല, പ്ലേസ്മെൻറ്റ് പെയ്ഡ് അല്ല. ഓക്കെ. നിങ്ങൾക്ക് ബർസറി ഇല്ലല്ലോ അല്ലേ? ഇപ്പോൾ സ്കോട്ട്ലൻഡിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന് എനിക്ക് കറക്റ്റ് എമൗണ്ട് അറിയത്തില്ല, 600 pound അങ്ങനെ എന്താണ്ട് ബർസറി കിട്ടുന്നതാണ്. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അതില്ലെന്ന് തോന്നുന്നു അല്ലേ? ഈ പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, അതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടോ? പ്ലേസ്മെൻറ്റ് ഒരാഴ്ചയിൽ അത് 4 days വെച്ചാണ്. അപ്പം ഞാൻ പറയാം, ഇപ്പോൾ 4 weeks ഉണ്ടെങ്കിൽ അതിൽ പെർ വീക്ക് 4 days വെച്ച്. ഈ 4 days എന്ന് പറഞ്ഞപ്പോൾ ഓരോ വീക്ക് ഓരോ വാർഡിലായിരിക്കും ചെയ്യേണ്ടി വരും ആദ്യം? അല്ല, 4 weeks ഒരു വാർഡിൽ തന്നെ? ഈ 4 weeks ഒരു വാർഡിൽ തന്നെ. നിങ്ങൾക്കൊരു മെൻറ്ററൊക്കെ തന്നിട്ടല്ലേ? അതെ, ഒരു നേഴ്സ് ഉണ്ടായിരിക്കും, ഒരു സീനിയർ ആയിട്ടുള്ള ഒരു നേഴ്സിനെ ആയിരിക്കും തരുന്നത്. അപ്പം ആ നേഴ്സിൻ്റെ അണ്ടറിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ആ നേഴ്സ് എന്താണോ ചെയ്യുന്നത് അന്നത്തെ ദിവസം ആ നേഴ്സ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മളെ കാണിച്ചു തരും. ആ ടൈമിൽ പേഷ്യൻസിനുള്ള മെഡിക്കേഷൻ കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും. അത് നമ്മൾ ഫുൾ ഡേ നിങ്ങൾ ആ നേഴ്സിനെ അസിസ്റ്റ് ചെയ്യണം അല്ലേ? യെസ്. പ്ലേസ്മെൻറ്റ് എങ്ങനെ, 12 hours ഷിഫ്റ്റ് ആണോ അത് 8 hours ആണോ? അല്ലല്ല, 12 hours തന്നെയാണ്. അപ്പോൾ പെർ വീക്ക് 4 ദിവസം 12 hour ഷിഫ്റ്റ്. 4 days. നമ്മൾ ഈ 12 hour ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഒത്തിരി ടയറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ട്, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. ഇവിടുത്തെ നഴ്സുമാരെങ്ങനെ ഒത്തിരി സപ്പോർട്ടീവ് ആണോ? എല്ലാം നമുക്ക് എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ? എല്ലാം പറഞ്ഞു തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം ക്ലാരിഫൈ ചെയ്ത് തരും. പാവം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ഒത്തിരി കിട്ടുന്നുണ്ടല്ലേ? ആ തിയറിയിൽ നിന്ന് അതിനേക്കാളും കൂടുതൽ നമുക്ക് കൂടുതൽ ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ടല്ലേ? ഓൾ ഓവർ UK നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിലും
സ്കോട്ട്ലൻഡിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. സ്കോട്ടിഷിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ആക്സെൻറ്റ് മാത്രമേ ചേഞ്ചസ് ഉള്ളൂ. പക്ഷേ എന്നാലും പൊതുവേ ലോക്കൽസ് പറയുമ്പോൾ കുറച്ച് പാടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ മെർലിൻ വന്നു കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി മിക്കവാറും ടീച്ചേഴ്സ് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോഴേ പേഷ്യൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവരെ ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങളുണ്ടായിരുന്നോ? ആദ്യം വന്ന ഒരു 2 months എനിക്ക് ഇച്ചിരി പാടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇൻ്റർനാഷണൽ ആയിട്ട് വന്നതാണ്, സോ എനിക്ക് നിങ്ങളുടെ സ്ലാങ് ഇച്ചിരി മനസ്സിലാക്കാൻ ഇച്ചിരി പാടുണ്ട്. സോ അപ്പോൾ അത് അവരോട് പറയുമ്പോൾ അവർ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയും. അപ്പോൾ അങ്ങനെ ഒരു 2 months കഴിഞ്ഞപ്പോൾ ഇപ്പം എല്ലാം ഓക്കെ ആയി, ഇപ്പം എല്ലാം സെറ്റായിട്ട്. നിങ്ങൾക്കപ്പോൾ CBT ഓസ്കി അത് വേണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ? ഇല്ല, ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ UK യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നേരെ RNI രജിസ്റ്റേർഡ് നഴ്സായി. നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു IELTS OET എഴുതി പിന്നെ ഇവിടെ വന്നിട്ട് CBT ഓസ്കി എഴുതണല്ലേ. അത് കുഴപ്പമില്ല, അത്ര ടഫുള്ള കാര്യമല്ല. IELTS OET ക്ലിയർ ചെയ്യാനാണ് കുറച്ചുകൂടെ ഒരു ഡിഫിക്കൽട്ട്. വളരെ ഇപ്പോൾ ഫീ സ്ട്രക്ചറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു വർഷം 14 ലക്ഷം രൂപയ്ക്ക് ആവുന്നു. കുറച്ച് പേർക്കെങ്കിലും വരുന്നൊരു ഡൗട്ടാണ്, നാട്ടിൽ മാക്സിമം പോയി 4-5 ലക്ഷം കൊടുത്ത് പഠിച്ച് നഴ്സാവാം. ഈസി ആയിട്ട് നമുക്ക് നഴ്സായിട്ട് UK വരാം. ഫ്രീ ആയിട്ട് അവർ റിക്രൂട്ട് ചെയ്ത് IELTS എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ പറഞ്ഞാൽ IELTS 7 വേണം. നാട്ടിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് അതായത് നമ്മൾ 4-5 ലക്ഷം രൂപ മുടക്കി പഠിച്ച് IELTS 7 എഴുതി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരാം. ആ ഒരു സ്ഥാനത്ത് നമ്മൾ 35-40 ലക്ഷം നമ്മൾ 4 വർഷം കൊണ്ട് മുടക്കി ഇവിടെ വന്ന് പഠിക്കാനുള്ള ഒരു ചേത വികാരം എന്നതായിരുന്നു. എൻ്റെ പണ്ട് തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് നഴ്സിംഗ് പഠിക്കണമെന്ന്. നാട്ടിൽ പഠിക്കാം, അത് പറഞ്ഞതെല്ലാം ശരിയാണ്, 4 lakhs-നുള്ളിൽ തീരും. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല നാട്ടിൽ നഴ്സിംഗ് പഠിക്കാൻ. ഇവിടുത്തെ കൾച്ചർ ഒരിക്കലും നാട്ടിലെ എഡ്യൂക്കേഷൻ മോശമായിട്ടോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. എനിക്ക് താല്പര്യമില്ലായിരുന്നു, കാരണം ഞാൻ +2 വരെ അവിടെ പഠിച്ചു. സോ എനിക്കൊരു ചേഞ്ച് വേണം, ഇവിടുത്തെ യൂണിവേഴ്സിറ്റി എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ അതുകൊണ്ട് മാത്രം. പിന്നെ ഇവിടുത്തെ പഠിച്ചിറങ്ങിയ രജിസ്റ്റേർഡ് നേഴ്സാ. അതെ. പിന്നെ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻസിന് നമുക്കൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ളൊരു കോഴ്സ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് അത്ര ഒരു 100% 90% നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ജോബ് കിട്ടുമില്ലെന്ന്. അപ്പോൾ പുറത്ത് പോയി പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ നഴ്സിംഗ് ഫീൽഡ് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നഴ്സിംഗ് ചൂസ് ചെയ്യാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള മെയിൻ റീസൺ എന്നാണെന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഞാൻ നഴ്സിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്കൊരു 3-4 പേര് ഇങ്ങനെ കമൻറ്റ് ഇട്ടിരുന്നു ഈ സെയിം കാര്യം തന്നെ ചോദിച്ചിട്ട്. നാട്ടിൽ 3-4 ലക്ഷം രൂപയ്ക്ക് നഴ്സായിട്ട് നഴ്സിംഗ് പഠിച്ചിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് വരാമല്ലോ, പിന്നെ എന്തിനാണെങ്കിൽ 30-40 ലക്ഷം മുടക്കി കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കണേന്ന്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ആണ്. ചിലവർക്ക് ആ മറ്റേ അബ്രോഡിലുള്ള ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാകും, ചിലവർക്ക് അത് കാണത്തില്ല. സോ അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കണു. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ മെർലിനോട് ചോദിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ താങ്ക് യു സോ മച്ച് മെർലിൻ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്തതിന്. പിന്നെ മെർലിന് ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടില്ലല്ലോ, ക്ലാസ് തുടങ്ങിയാണെങ്കിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയായിരുന്നു അല്ലേ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നിങ്ങളിപ്പോൾ നഴ്സിംഗ് UK വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മെർലിൻ്റെ Instagram ID എൻ്റെ Instagram ID താഴെ കൊടുത്തേക്കാം, കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.